നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കേലാർ ഇസ് എ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. സോ സ്കേലാർ മീൻസ് ജസ്റ്റ് എ നമ്പർ 2 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 100. ഇതൊക്കെ സ്കേലാറാണ്. സ്കേലാർസ് ക്യാൻ ബി ആഡഡ്, സബ്ട്രാക്റ്റഡ്, മൾട്ടിപ്ലൈഡ് ആൻഡ് ഡിവൈഡഡ്. Vectors are physical quantities having both magnitude and direction. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനാണ് വെക്റ്റേഴ്സ് എന്ന് പറയുക. എക്സാമ്പിൾസ് ഫോഴ്സ്, ദെൻ ആക്സിലറേഷൻ, വെലോസിറ്റി എക്സെട്ര. ഇതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസാണ്. വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ആൻ ആരോ. ആരോ ഉപയോഗിച്ചിട്ടാണ് വെക്റ്റേഴ്സ് represent ചെയ്യാം. Length of the arrow represents the magnitude of the vector. The arrow head represents direction. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് നമ്മൾ വെക്റ്റേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്മോൾ ലെറ്റേഴ്സും ഉപയോഗിക്കാം. ഇനി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സിൽ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം പാരലൽ വെക്റ്റേഴ്സ്. പാരലൽ വെക്റ്റേഴ്സ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദേ ആർ parallel to each other, അല്ലെങ്കിൽ the vectors acting along same direction, same line or parallel lines are known as parallel vectors. അപ്പോൾ ഡയറക്ഷൻ സെയിം ആയിരിക്കും, ബട്ട് മാഗ്നിറ്റ്യൂഡ് മേ ബി ഡിഫറെൻറ്റ്. സെയിം ആവാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആവാം, ചിത്രത്തിൽ കാണുന്നത് പോലെ. ദെൻ ആൻറ്റി പാരലൽ വെക്റ്റേഴ്സ്. ആൻറ്റി പാരലൽ വെക്റ്റേഴ്സ് ആർ വെക്റ്റേഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ആൻറ്റി പാരലൽ ആയിട്ടുള്ള വെക്റ്റേഴ്സ്, അവിടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവാം, അൺഈക്വൽ ആവാം, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ദെൻ ഈക്വൽ വെക്റ്റേഴ്സ്. ഈക്വൽ വെക്റ്റേഴ്സ് ആർ വെക്റ്റേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഒരേ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള വെക്റ്റേഴ്സിനാണ് ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയുക. അനദർ ടൈപ്പ് നെഗറ്റീവ് വെക്റ്റർ. നെഗറ്റീവ് വെക്റ്റർ മീൻസ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതെല്ലാം ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവും. ഒരേ മാഗ്നിറ്റ്യൂഡും പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള വെക്റ്റേഴ്സിനെ നെഗറ്റീവ് വെക്റ്റർ എന്ന് പറയും. അനദർ ടൈപ്പ് ഈസ് നൾ വെക്റ്റർ ഓർ സീറോ വെക്റ്റർ. എന്താ പറയുക, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നൾ വെക്റ്റർ അല്ലെങ്കിൽ സീറോ വെക്റ്റർ മീൻസ് വെക്റ്റർ വിത്ത് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 0. മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള വെക്റ്ററാണ് നൾ വെക്റ്റർ. എക്സാമ്പിളാണ് ആക്സിലറേഷൻ ഓഫ് എ ബോഡി അണ്ടർഗോയിങ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ ആക്സിലറേഷൻ നമുക്കറിയാലോ 0 ആണ്. അപ്പോൾ അത് നൾ വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ now we'll consider പൊസിഷൻ വെക്റ്റർ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. നമുക്ക് വളരെ അത്യാവശ്യമുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്, കാരണം നമ്മൾ മെക്കാനിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2D 3D മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ മെക്കാനിക്സിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള രണ്ട് വെക്റ്റേഴ്സാണ് പൊസിഷൻ വെക്റ്ററും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററും. വാട്ട് ഈസ് ദ പൊസിഷൻ വെക്റ്റർ? പൊസിഷൻ വെക്റ്റർ ഗിവ്സ് യു ആൻ ഐഡിയ അബൌട്ട് ദ പൊസിഷൻ ഓഫ് ദി ബോഡി. അതായത് ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന വെക്റ്ററാണ് പൊസിഷൻ വെക്റ്റർ. സീ ദ ഫിഗർ. ഹിയർ യു ഹാവ് എ ബോഡി, ആൻ ഇൻസെക്റ്റ് മൂവിങ് ഇൻ ദി XY plane. ഓക്കെ, O is the origin. Let P be the position of the insect. P എന്നുള്ള പോയിന്റ്, സപ്പോസ് ദ കോർഡിനേറ്റ്സ് ആർ XY. So what is the position vector? It is the vector joining origin to the position of an object. Now we'll consider displacement vector. Displacement എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. Let P be the initial position of the object and P dash the final position of the object. നമുക്കറിയാം P to P dash ആണ് ബോഡി മൂവ് ചെയ്തത് എന്ന് അറിയുമെങ്കിൽ നമുക്കതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ കഴിയും. ദാറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. OP എന്നുള്ളത് ഇനീഷ്യൽ പൊസിഷൻ വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്യാം, ആൻഡ് OP ഡാഷ് ഈസ് ദി ഫൈനൽ പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സ്മോൾ ലെറ്റർ R ആണ് യൂസ് ചെയ്യുക. ഫൈനൽ പൊസിഷൻ വെക്റ്റർ R ഡാഷ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ? എങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ കണ്ടെത്തുക? എന്ത് ചെയ്താൽ മതി? ജോയിൻ P ആൻഡ് P ഡാഷ്, ഓക്കെ, ബൈ എ സ്ട്രെയിറ്റ് ലൈൻ. സോ ആ വെക്റ്റർ നമുക്ക് വെക്റ്റർ P ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഫിഗറിൽ നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. P to P ഡാഷ് ബോഡി ഏത് പാത്തിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും
പിയിൽ നിന്ന് പല പാത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. പിയിൽ നിന്ന് പി ഡാഷിലേക്ക് ബോഡി മൂവ് ചെയ്യുന്നത് പല പാത്തിലൂടെയാവാം. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും എന്ത് തന്നെയാണ്? പി ഡാഷ് എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വെക്റ്റർ പി ഡാഷ് റെപ്രസെൻറ്റ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. പ്രൊജക്ടൈൽ മോഷൻ. An object that is in flight after being thrown or projected is called a projectile. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ ബോഡി ത്രോൺ ഇൻ ടു എയർ മൂവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എലോൺ ഇസ് കോൾഡ് എ പ്രൊജക്ടൈൽ. അതായത് എയറിലേക്ക് എറിഞ്ഞൊരു വസ്തു, ഗ്രാവിറ്റിയുടെ മാത്രം ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യുന്ന എയറിലേക്ക് എറിഞ്ഞ ഒരു വസ്തുവിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് ബോൾ, ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ജാവലിൻ, ഇതൊക്കെ പ്രൊജക്ടൈൽസിന് എക്സാമ്പിൾസ് ആണ്. ഈ രീതിയിൽ എറിഞ്ഞ ഒരു വസ്തുവിൻ്റെ മോഷനെയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് നോൺ ആസ് പ്രൊജക്ടൈൽ മോഷൻ. And we can see that a projectile undergoes a parabolic path, or the trajectory of a projectile is parabolic in nature. ഒരു പ്രൊജക്ടൈൽ, ഇപ്പോൾ ജാവലിൻ ത്രോയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ജാവലിൻ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്ന ഒരു പാത്ത് എന്ന് പറയുന്നത് പരാബോളിക് ആണ്. ഓക്കെ, പരാബോളയാണ് ആ പാത്തിൻ്റെ ഷേപ്പ്. സോ എ പ്രൊജക്ടൈൽ ഓൾവേസ് അണ്ടർഗോസ് പരാബോളിക് പാത്ത്. ഈ രീതിയിലുള്ള മോഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാണ്. There are two separate components of motion in the case of a projectile. Projectile motion നമുക്ക് രണ്ട് തരത്തിലുള്ള മോഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള മോഷൻ നോക്കൂ. The component along horizontal direction and the component along vertical direction. What about the component along horizontal direction അല്ലെങ്കിൽ x direction? Horizontal directionലെ കമ്പോണൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? There is no acceleration because there is no force. Okay, no acceleration is acting along the horizontal direction. കാരണം എന്താ? ആ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ in the case of vertical direction അല്ലെങ്കിൽ motion in vertical direction, there is force acting. ഏത് ഫോഴ്സ് ആയിരിക്കും? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദർ ഇസ് ആൻ ആക്സിലറേഷൻ ആക്ടിങ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പോൾ ഈ രണ്ട് കമ്പോണൻസ് നമുക്ക് ഏത് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ നോക്കൂ. എലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നോ ആക്സിലറേഷൻ, ദാറ്റ് മീൻസ് ദ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, or the motion is uniform motion along horizontal direction. And along vertical direction there is a force acting on the body, there is an acceleration, and acceleration remains constant. It is the acceleration due to gravity. So motion along vertical direction is uniformly accelerated motion. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. Along horizontal direction, the motion is uniform motion. Along vertical direction, the motion is uniformly accelerated motion. Now we'll consider a body projected into air with an initial velocity u and at an angle theta with respect to the horizontal direction. ഈ ഒരു ബോഡിയുടെ കേസിലുള്ള ഈ രണ്ട് സെപ്പറേറ്റ് കമ്പോണൻസ് ഓഫ് മോഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So we are considering a body projected into air, okay, with initial velocity u and angle of projection theta. Angle of projection means horizontal ആയിട്ട് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. Let ux be the horizontal component, uy be the vertical component of the initial velocity. u ആണ് initial velocity, തീറ്റ ഈ ആംഗിൾ ആണ്. അത് നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് മുമ്പ് നമ്മൾ പഠിച്ച പോലെ രണ്ട് റെക്ടാംഗുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. യു എക്സ് ആണ് എക്സ് കമ്പോണന്റ് ആൻഡ് യു വൈ വൈ കമ്പോണന്റ്. ദെൻ യു എക്സ് ഈക്വൽ ടു നമുക്ക് എഴുതാം യു കോസ് തീറ്റ അല്ലെ. യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ. തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ആണല്ലോ, സമീപവശം എപ്പോഴും കൊസൈൻ കമ്പോണന്റ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് അതെപ്പോഴും സൈൻ കമ്പോണന്റ് ആയിരിക്കും. അപ്പൊ യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ എന്ന് എഴുതാം. Now what is the vertical component? Vertical component is uy and uy equal to u sin theta. Okay, uy u sin theta. That is the vertical component of initial velocity. ഇനി നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, we are considering different points on the path of the projectile. Okay,
നമ്മളൊരു പരാബോള വരച്ചിട്ടുണ്ട്. ഇത് പരാബോളയാണെന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു പരാബോള ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൽ ഡിഫറെന്റ് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. സി അറ്റ് ദിസ് പോയിന്റ് എക്സ് ആക്സിസിലുള്ള കമ്പോണന്റ് UX, Y ആക്സിസിലുള്ള കമ്പോണന്റ് VY. ഓക്കെ, എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് കമ്പോണന്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ദർ ഇസ് നോ ഫോഴ്സ്, ദർ ഇസ് നോ ആക്സിലറേഷൻ, സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ഏത് ഡയറക്ഷനിൽ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. ദാറ്റ് മീൻസ് ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് സെയിം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി UX ആണ്. ഈ വെലോസിറ്റിയിൽ ചേഞ്ച് വരണമെങ്കിൽ ദർ ഷുഡ് ബി എ ഫോഴ്സ്, അല്ലെ? ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ വെലോസിറ്റിയിൽ ചേഞ്ച് വരുള്ളൂ. അപ്പോൾ UX ആണ് ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഇതേ വെലോസിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യും ടിൽ ദ ബോഡി റീച്ചസ് ദി ഗ്രൗണ്ട്. അപ്പോൾ ഈ ഒരു പാത്തിലൂടെ ഫോളോ ചെയ്ത് ഗ്രൗണ്ടിൽ എത്തുന്നത് വരെ ബോഡിയുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി UX തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പോയിന്റ്സിലും UX, ഇവിടെയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് UX ആണ്, ഇവിടെയും ഹൊറിസോണ്ടൽ വെലോസിറ്റി UX ആണ്, ഇവിടെയും UX ആണ്. Okay, so horizontal velocity is same. Body has uniform motion along the horizontal direction. Now what about the vertical component of velocity? Initial velocity UY ആണ്. Vertical component UY ആണ്. ഇത് initial velocity ആണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് velocity എന്ത് സംഭവിക്കുന്നു? Velocity changes because gravitational force is acting. Gravitational force ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? In the downward direction. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, ബോഡി മൂവ് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ബോഡിക്ക് ഉണ്ടാവുന്ന റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ, ബോഡി ഈസ് മൂവിംഗ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. സോ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസസ്, റൈറ്റ്? സോ വെലോസിറ്റി ഡിക്രീസസ്. ഈ പോയിന്റിൽ ലെറ്റ് VY ബി ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. വെർട്ടിക്കൽ വെലോസിറ്റിയിൽ മാത്രമാണ് ചേഞ്ച് വരിക, കാരണം ഫോഴ്സ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് VY, the vertical component of velocity. Again velocity decrease ചെയ്യുന്നു. At the maximum height the vertical component of velocity becomes 0. അതുകൊണ്ടാണ് ഇവിടെ vertical component വരയ്ക്കാത്തത്. ഓക്കെ, vertical velocity 0 ആണ്. പക്ഷേ horizontal velocity same UX. ഓക്കെ, ആൻഡ് ദെൻ മാക്സിമം ഹൈറ്റിൽ എത്തിയതിനു ശേഷം ബോഡി താഴേക്ക് വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? താഴേക്ക് വരുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ബോഡിക്ക് ആക്സിലറേഷൻ ആണ് ഉണ്ടാവുക. Okay, so as the body moves down, body gets accelerated, means velocity increases. അപ്പോൾ velocity 0-ൽ നിന്ന് increase ചെയ്യുന്നു. And let Vy be the velocity here. Direction downward ആണ്. Okay, അപ്പോൾ horizontal component of velocity remains same. There is no change. Vertical velocity first decreases, becomes 0 at the maximum height, then increases as the body moves down. അപ്പോൾ ഈ ഒരു ഫിഗർ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് എ ബോഡി അണ്ടർഗോയിങ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി കിട്ടി, UX ഈക്വൽ ടു U cos theta, ഇനീഷ്യൽ വെലോസിറ്റി. Then vertical component of initial velocity Uy equal to U sin theta. What about acceleration? Acceleration, നോക്കുക, x component of acceleration is AX equal to 0. നേരത്തെ നമ്മൾ കണ്ടതാണ്. Along horizontal direction there is no force, there is no acceleration. Y component of acceleration is minus G. Minus എന്തുകൊണ്ടാണ്? acceleration, it is downward, force is acting in the downward direction. This is acceleration due to gravity, minus G. Okay, അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, write the acceleration along horizontal and vertical direction. Write the velocity, the components of velocity along horizontal and vertical direction. Now we'll find out the equation of path of a projectile. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ബോഡി പ്രൊജക്റ്റഡ് ഇൻ ടു എയർ, ഇറ്റ് അണ്ടർഗോസ് പാരാബോളിക് പാത്ത്, ഇറ്റ് മൂവ്സ് ഇൻ എ പാരാബോളിക് പാത്ത്. അത് പ്രൂവ് ചെയ്യണം. ഇനി ബോഡി പാരാബോളിക് പാത്തിലാണ് മൂവ് ചെയ്യുന്നത് എന്നത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. സോ വിൽ കൺസിഡർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ.
What is the displacement of the body in horizontal direction? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫോർമുല ഓർമ്മിക്കുക. x, okay, displacement in horizontal direction, x equal to uxt plus half ax t square. x component, y component sx എന്ന് എഴുതാം അല്ലെങ്കിൽ x എന്ന് എഴുതാം. ഓക്കെ, uxt plus half ax t square. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ux നമുക്കറിയാം u cos theta. So x equal to u cos theta into t plus half ax t square. ax 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ടേം 0 ആയല്ലോ. Then you get x equal to u cos theta into t or t equal to x by u cos theta. Okay, t equal to x by u cos theta. Let it be equation number 1. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്. t equal to x by u cos theta, equation number 1. Now we are going to consider the vertical direction, displacement in vertical direction. Let it be y. Vertical directional displacement y ആണെന്ന് വിചാരിക്കുക. ഇക്വേഷൻ എങ്ങനെ എഴുതാം? uy t plus half ay t square. ഓക്കെ, അതായത് uy ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റി, then ay ആ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ, then time. So uy t plus half ay t square. നമ്മൾ ടിക്കുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2. സെക്കൻഡ് ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഇക്വേഷൻ കിട്ടുന്നത് നോക്കൂ. y equal to u sin theta into u sin theta എന്താ? uy ക്കാണ് u sin theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. u sin theta into t ക്ക് പകരം x by u cos theta. So x by u cos theta minus half g. മൈനസ് എന്തുകൊണ്ടാണ്? ay equal to minus g ആണ്. ഓക്കെ, ay equal to minus g. So minus half g t square. t x by u cos theta. So x by u cos theta the whole square. Okay. Now this equation can be written as, നോക്കൂ, u cancels അല്ലേ, മുകളിലും താഴെയും ഫസ്റ്റ് ടേമിൽ u ക്യാൻസൽ ചെയ്യും. ദെൻ ഈ ഇക്വേഷൻ എന്ത് കിട്ടും നമുക്ക്? x into sin theta by cos theta tan theta minus half g x square by u cos theta the whole square. So the equation is y equal to x tan theta minus g by 2 u cos theta the whole square into x square. Now see, this is a quadratic equation. It is of the form y equal to ax plus bx square. അല്ലെ, എക്സ് ടേം ഉണ്ട്, എക്സ് സ്ക്വയർ ടേം ഉണ്ട്. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പരാബോള. ഓക്കെ, സോ ഇറ്റ്സ് എ പരാബോള. അപ്പൊ നമ്മളിപ്പോ പ്രൂവ് ചെയ്തത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ അലോങ് y ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി. ഇഫ് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി u at an angle theta with respect to the horizontal, the displacement in the vertical direction is given by this equation. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ റെപ്രസെന്റ്സ് ദ ഇക്വേഷൻ ഫോർ എ പരാബോള. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് parabolic. We will derive the expressions for time of flight, height and range of the projectile. First we'll consider time of flight of a projectile. It is the time taken by the projectile to reach the ground. അതായത് എയറിലേക്ക് എറിഞ്ഞ ഒരു ബോഡി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയത്തിനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. Consider the time taken by the projectile to reach the maximum height. Okay, ഈ പോയിന്റിലേക്ക് എത്താൻ, അതായത് ഗ്രൗണ്ടിൽ നിന്ന് എറിഞ്ഞ വസ്തു, ആ ബോഡി ഈ മാക്സിമം ഹൈറ്റ് ഈ പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ടി സെക്കൻഡ് കൊണ്ടാണ് പ്രൊജക്ടൈൽ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്നതെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ നിന്ന് എറിഞ്ഞ ബോഡി ഇവിടെ ഗ്രൗണ്ടിൽ എത്താൻ ആവശ്യമായ സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് മാക്സിമം ഹൈറ്റിൽ എത്തുന്ന ആ സമയം കണ്ടെത്തുന്നു, അതിന്റെ ഡബിൾ ആയിരിക്കും ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയം. vy മാക്സിമം ഹൈറ്റില് ഈ പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. uy നമുക്കറിയാം u sin theta, ay ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇറ്റ് ഇസ് -g.
ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ടൈമിന്റെ എക്സ്പ്രഷൻ കിട്ടാൻ നോക്കാം. സോ വിൽ യൂസ് ദ ഇക്വേഷൻ v ഈക്വൽ ടു u പ്ലസ് at. വെർട്ടിക്കൽ കമ്പോണൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ vy ഈക്വൽ ടു uy പ്ലസ് ay t. vy 0 നമുക്കറിയാം, ഈ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. uy u sin theta, ay minus t. Substitute gt equal to u sin theta or t equal to u sin theta divided by g. മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് നമുക്കിപ്പോൾ കിട്ടിയത്, u sin theta by g. Now, time of flight എങ്ങനെ കണ്ടുപിടിക്കും? ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു 2 into t. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിഗർ വെച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. മാക്സിമം ഹൈറ്റിൽ നിന്ന് വീണ്ടും ഗ്രൗണ്ടിലേക്ക് എത്തണം, അതിന് വീണ്ടും t സെക്കൻഡ്സ് എടുക്കും. സോ ടോട്ടൽ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്, എറിഞ്ഞ ആ ബോഡി തിരിച്ച് ഗ്രൗണ്ടിൽ എത്താൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടി ഈക്വൽ ടു 2 into small t. സോ യുൽ ഗെറ്റ് t into 2u sin theta divided by g. Now we are going to consider the maximum height. ഈ ഹൈറ്റ് ആണ്, ഇതിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. So we'll use the equation v square equal to u square plus 2as. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് എടുക്കേണ്ട ഇക്വേഷന്റെ. സോ vy square equal to uy square plus 2ay sy. ഓരോന്നും നമുക്കറിയാം. vy 0, uy u sin theta, sy is maximum displacement or maximum height in the vertical direction, that is denoted by h. ay equal to minus g. Okay, ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടത്. അപ്പൊ അതിന് യോജിച്ച ഇക്വേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. സോ vy 0 ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh, or you will get 2gh equal to u square sin square theta. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് 2gh equal to u square sin square theta എന്ന് എഴുതാം. Or h equal to u square sin square theta divided by 2g. Now consider the horizontal range of the projectile. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പ്രൊജക്ടൈൽ, അതായത് O മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ്. Oയിൽ നിന്ന് ബോഡി പ്രൊജക്ട് ചെയ്തു, പ്രൊജക്റ്റഡ് ഇൻ ടു എയർ, പിയിൽ ബോഡി ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ OP എന്ന ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ R. അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് നോക്കാം. സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് വെലോസിറ്റി ഇൻടു ടൈം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോ ആക്സിലറേഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇല്ല. അപ്പൊ നമ്മൾ വി സ്ക്വയർ ഈക്വൽ ടു ഓർ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കുമ്പോൾ തന്നെ എയുടെ ഒരു ടേം, ആക്സിലറേഷൻ വരുന്ന ടേം ക്യാൻസൽ ആയി പോയല്ലോ. സോ വെലോസിറ്റി ഇൻടു ടൈം എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു യു എക്സ് ഇൻടു ടി. വെലോസിറ്റി ഇൻടു ടൈം. യു എക്സ് റിമെയിൻസ് സെയിം, കാരണം നോ ഫോഴ്സ് എല്ലാം ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പൊ വെലോസിറ്റി എപ്പോഴും യു എക്സ് തന്നെയാണ്, അതിൽ ചേഞ്ച് ഇല്ല. Okay, so ux ന് u cos theta, then t is actually the time of flight, കാരണം ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന ടൈമാണ്. പ്രൊജക്ട് ചെയ്ത ബോഡി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നമ്മളിവിടെ ടി കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ടി ഇവിടെ ക്യാപിറ്റൽ ടിക്ക് ഈക്വൽ ആണ്. സൈഡിൽ വേണം നിങ്ങൾക്ക് എഴുതാം സ്മോൾ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി, ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ 2u sin theta by g. That is r equal to u square 2 sin theta cos theta divided by g, or r equal to u square sin 2 theta by g. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 2 sin theta cos theta equal to sin 2 theta. So sin 2 theta ക്ക് പകരം or 2 sin theta cos theta അതിന് പകരം sin 2 theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So we'll get r equal to u square sin 2 theta divided by g. അപ്പോ range of the projectile depends on the initial velocity and angle of projection. For a given value of velocity, it depends only on angle of projection. അല്ലെ, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് നമ്മൾ ബോഡി എറിയുന്നതെങ്കിൽ, ഇപ്പൊ ജാവലിൻ ത്രോ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് ജാവലിൻ എറിയുന്നതെങ്കിൽ പിന്നെ അവിടെ റേഞ്ച് ഏത് വാല്യൂവിനനുസരിച്ചിട്ടാണ് വേരിയേഷൻ വരിക? ആംഗിൾ തീറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് വേരിയേഷൻ വരിക.
അപ്പോൾ എപ്പോഴാണ് ഫോർ എ ഗിവൺ വെലോസിറ്റി ഫോർ വിച്ച് വാല്യൂ ഓഫ് തീറ്റ യു ഗെറ്റ് മാക്സിമം റേഞ്ച്? ദാറ്റ് ഈസ് when sin 2 theta is maximum. Range is maximum when sin 2 theta is maximum. Sin 2 theta maximum ആവുന്ന എപ്പോഴാണ്? When 2 theta equal to 90 degree. അല്ലെ, സൈൻ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ +1 ആണ്. മാക്സിമം വാല്യൂ ഓഫ് സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് +1 ആണ്. അത് +1 ആവുന്നത് എപ്പോഴാ? സൈനിന്റെ വാല്യൂ ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ്. അപ്പൊ ഇവിടെ 2 തീറ്റയാണ് ആംഗിൾ, 2 തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ് ഇവിടെ +1 സൈൻ 2 തീറ്റയുടെ വാല്യൂ 1 കിട്ടുക. ഓക്കെ, അപ്പോൾ 2 തീറ്റ 90 എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. Now what is the maximum horizontal distance? എന്തായിരിക്കും? u²/g. r max equal to u²/g. കാരണം ഇതേ ഇക്വേഷനിൽ തന്നെ സൈൻ 2 തീറ്റയ്ക്ക് 1 കൊടുത്തു. മാക്സിമം വാല്യൂ കിട്ടാൻ സൈൻ 2 തീറ്റ 1 ആവും. അപ്പോ u²/g എന്ന് കിട്ടും, മാക്സിമം റേഞ്ച്. അപ്പോൾ മാക്സിമം റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ ഇസ് u²/g. അപ്പോൾ ഒരു പ്രൊജക്ടൈലിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആ ഫൈനൽ ഇക്വേഷൻസ് ഒന്നുകൂടി നോക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ t ഈക്വൽ ടു 2u sin θ/g. Then maximum height attained by the projectile h is equal to u² sin² θ/2g. And the horizontal range of the projectile r equal to u² sin 2 theta divided by g. Maximum horizontal range r max equal to u²/g.